ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പൊതുജനങ്ങളോട് ഒരു അഭിപ്രായം ചോദിച്ചത്. അത് വേറൊന്നുമല്ല, നമ്മുടെ വേനൽ അവധി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. കാരണം ഈ വേനൽ അവധി നമ്മൾക്ക് കിട്ടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. മാർച്ച് മാസങ്ങളിൽ നമുക്ക് എക്സാം നടക്കും. അത് കഴിഞ്ഞ് സ്കൂൾ 2 മാസത്തേക്ക് അടച്ചിടും. പിന്നെ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് ജൂൺ 1 അല്ലെങ്കിൽ 2, ജൂൺ ജൂലൈ മാസം. ആ സമയത്ത് നമുക്കിവിടെ നമ്മളുടെ ക്ലൈമറ്റ് മാറുകയും ഭയങ്കര മഴ പെയ്യുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. കാരണം ആ ടൈമിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്കൂൾ തുറന്ന സമയത്ത് നമ്മൾ പലയിടത്തും കറണ്ട് കമ്പി പൊട്ടി വീണ് കുട്ടികൾ അറിയാതെ അതിൽ ചവിട്ടുകയും, പിന്നെ അതുപോലെ റോഡ് സൈഡിൽ കുഴി കിടന്നിട്ട് അതിൽ കാണാതെ അതിൽ വീഴുകയും പല പ്രശ്നങ്ങൾ കുട്ടികൾ അപകടപ്പെടുകയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 2-3 മാസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം മന്ത്രി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ഒരു വേനൽ അവധി എന്ന് പറയുന്ന ആ ഒരു ഏപ്രിൽ മെയ് മാസം മാറ്റിയിട്ട് ജൂൺ ജൂലൈ ആക്കാമല്ലോ എന്ന് നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം പറയാനാണ് പുള്ളി പറഞ്ഞത്. ശരിക്കും ഞാൻ ഈ ഒരു അവധി ഏപ്രിൽ മെയ്യിൽ കൊടുക്കാതെ ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ സ്കൂൾ അവധി നൽകുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം തന്നെയെന്ന് പറയാം. കാരണം ആ സമയത്താണ് കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുന്നൊരു സമയം. ഈ മഴയാകുന്ന സമയത്ത് കുട്ടികളുടെ എന്താ പറയുക, ഇപ്പം വാഷിംഗ് മെഷീൻ ഇല്ലാത്തൊക്കെ പല വീടുകളുണ്ട്. സാധാരണക്കാരെ വീഴുന്നവരെ യൂണിഫോം ഉണങ്ങാതിരിക്കുകയും പല പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പല പ്രശ്നങ്ങൾ, ഇനി സ്കിൻ ഇൻഫെക്ഷൻ ഇപ്പോൾ ചൂട് സമയത്ത് എങ്ങനെ ഉണ്ടാകുന്നോ അതുപോലെ തന്നെയാണ് മഴ സമയത്തും കുട്ടികളുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഏത് സമയത്തായാലും സ്കൂൾ തുറന്നാലും സ്കൂൾ അടച്ചാലും ഈ കുട്ടികൾക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ നൽകേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിൽ അവർക്ക് ആരോഗ്യപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ ചൂട് സമയത്ത് സ്കൂൾ ഓപ്പണായി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും ചെയ്യുക. ഫാൻ ആയാലും എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനാക്കുക. ഈ മഴ സമയത്താണെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കെട്ടിടം പൊളിഞ്ഞ് വീഴുക, അങ്ങനെ പല പണികൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സമയം ആ ഒരു മഴ സമയത്ത് സ്കൂൾ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ നമുക്കിവിടെ തീർക്കാനുണ്ട് എന്ന്. അത് ആ സമയത്തിനുള്ളിൽ തീർത്തിട്ട് നമുക്ക് അടുത്ത വിദ്യാഭ്യാസ വർഷാരംഭം ആരംഭിക്കാനുള്ള ഒരു രീതിയാവും. അപ്പോൾ ആകുമ്പം ജൂൺ ജൂലൈ ആകുമ്പം പിന്നെ സ്കൂൾ ഓപ്പൺ ആക്കുന്ന ആഗസ്റ്റിലായി. അപ്പോൾ എക്സാമിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു കാലാവധി സമയങ്ങൾ ഒന്നെങ്കിൽ മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ ഓണപരീക്ഷ എത്തേണ്ട സമയത്ത് നമുക്ക് സ്കൂൾ തുറക്കണ ടൈമാവും. ആ ടൈമിൽ നമുക്ക് ഈ ഓണത്തിന് കുറച്ച് സമയങ്ങൾ മാത്രം അവർക്ക് വെക്കേഷൻ കൊടുത്തിട്ട് പിന്നെ ക്ലാസ് വെക്കുക, അത് കഴിഞ്ഞ് എക്സാം വെക്കുക. അതുപോലെ തന്നെയാണ് ഓരോ സമയങ്ങളും മുന്നോട്ട് നീങ്ങിപ്പോവും. എക്സാം വെക്കേണ്ട സമയങ്ങൾ അതെല്ലാം ഇതിൽ വേണ്ടപ്പെട്ട ആൾക്കാരിരുന്ന് ആലോചിച്ച് അത് ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലത് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ജൂൺ ജൂലൈ മാസങ്ങൾ കുട്ടികൾക്ക് അവധി നൽകുന്നത് തന്നെയാണ് ഉചിതം, ഇല്ലെങ്കിൽ നല്ലത് എന്ന് തന്നെ ഞാൻ പറയും. മറ്റേ ആ ഒരു സമയത്ത് ക്ലാസ്സുകൾ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുക, ഇല്ലെങ്കിൽ ആ ഒരു ഉച്ച സമയം കഴിഞ്ഞിട്ട് ക്ലാസ്സുകൾ വെക്കുക. ഭയങ്കര ചൂട് കൂടുന്ന സമയങ്ങളിൽ ക്ലാസ് വെക്കാതെ ഒരു ഈവനിങ് ക്ലാസ്സോ ഇല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സുകളോ കുട്ടികൾക്ക് സ്കൂളിൽ ക്ലാസ് നൽകുക. ബാക്കിയുള്ള സമയങ്ങൾ അവർക്ക് മോർണിംഗ് അത് ഈ ഓൺലൈൻ ക്ലാസ്സായിട്ട് നൽകുക. വീടുകളിൽ ഇരുന്ന് ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് നൽകുക. അതും ഒരു ഉചിതമായ തീരുമാനം തന്നെയാണ്. പിന്നെ ഈ മഴ സമയത്ത് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്, പക്ഷേ അപ്പോൾ സ്കൂളിലൊക്കെ ടൈമാണ്, അതൊരിക്കലും ഒരു നല്ലൊരു തീരുമാനമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ മഴ സമയത്ത് വെക്കേഷൻ നൽകിയിട്ട് ബാക്കിയുള്ള മോർണിംഗിൽ അവർക്ക് ഈ ചൂട് സമയത്ത് മോർണിംഗിൽ ഓൺലൈൻ ക്ലാസ് നൽകിയിട്ട് ഉച്ച കഴിഞ്ഞ് അവർ ക്ലാസ്സിൽ പോകേണ്ട രീതികൾ വെക്കുക. അതായിരിക്കും നല്ലത്. കുറച്ച് അധ്യാപകർക്കും പണി കൂടും, രക്ഷാകർത്താക്കൾക്കും കുറച്ച് പണി കൂടും. അതൊക്കെ സത്യം. നമ്മളിപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് നമ്മുടെ കുട്ടികളെല്ലാം ഓൺലൈൻ ക്ലാസ്സിലല്ലേ പഠിച്ചത്, അവർ മുന്നോട്ട് പോയില്ല. അതുപോലെ ഇതും ആകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിൽ നമുക്ക് പങ്കുചേരാം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം പഠിക്കേണ്ട കുട്ടികൾ എങ്ങനെ ഇരുന്നാലും പഠിക്കും. പക്ഷെ മഴ സമയത്ത് നമ്മൾ വലിയൊരു അപകടം തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. നമ്മുടെ റോഡുകളായാലും കറണ്ട് കമ്പി ആയാലും എന്തായാലും, ഈവൻ ഒരു കുട്ടികൾ നടന്നു പോകുന്ന വഴിയിൽ ഓടയിൽ വീഴുന്ന പല സീനുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. മഴ സമയത്ത് പലതും കണ്ട് ചെളി തന്നെ അടിച്ച് വീഴുന്നത് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ആ മെസ്സേജ് ചെയ്യുക, ഈ മഴ സമയത്ത് കുട്ടികൾ എങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കും?
കുട്ടികൾ മൊബൈൽ തോണ്ടിയിരിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ആ ഒരു സുഹൃത്തിനോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇന്നും കുട്ടികൾ മൊബൈൽ തന്നെയാണ് തോണ്ടിക്കളിക്കുന്നത്. ആരും ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നതായിട്ട് എനിക്കറിവില്ല. മിക്ക വീടുകളിലും കുട്ടികളുടെ കയ്യിൽ എപ്പം നോക്കിയാലും അച്ഛനും അമ്മയും ഒരു 6 മാസം കഴിഞ്ഞാൽ അവരെ കയ്യിൽ ആ മൊബൈലാണ് കൊടുക്കുന്നത്. അതിൽ കാർട്ടൂൺ ഇട്ട് കാണിച്ചിട്ടാണ് മിക്ക അമ്മമാരും ഇന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് അവരൊരു ഫംഗ്ഷന് വന്നാൽ പോലും അവരെ മൊബൈൽ എടുത്തോ കൈ കൊടുക്കുക. എന്നിട്ട് ഈ കാർട്ടൂൺ കണ്ടുകൊണ്ട് ആ കുട്ടികൾ അത് നോക്കിയിരിക്കും. അത് ഏറ്റവും ദോഷമാണ് ആ ഒരു പ്രായത്തിൽ ആ കുട്ടികളോട് ചെയ്യുന്നത്. പക്ഷെ അതവർ മനസ്സിലാക്കുന്നില്ല. ആ കുട്ടികളെ കുറച്ച് സമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ടും അവരിൽ നിന്നും അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇവരത് നൽകുന്നത്. നമ്മളൊക്കെ എത്ര മൊബൈൽ കളിച്ചിട്ടാണ് വളർന്നത്? നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ മൊബൈൽ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ, ഇല്ലായിരുന്നു. നമ്മളൊക്കെ വളർന്ന സാഹചര്യങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പം ജനിച്ച് വീണ ഒരു 3 മാസം കഴിഞ്ഞാൽ അപ്പം തന്നെ കുട്ടികളെ കാർട്ടൂൺ കാണിപ്പാണ് രക്ഷകർത്താക്കളുള്ള ഏറ്റവും വലിയ ജോലി. അന്നേരം കാലത്തിനനുസരിച്ച് എല്ലാം മാറണം. അന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നല്ലത് തന്നെയാണ്. അന്നേരം നിങ്ങൾ രക്ഷകർത്താക്കൾ എല്ലാവരും കൂടെ ആലോചിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിലെന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നെല്ലാം നിങ്ങൾ തന്നെ ചിന്തിക്കുക. അതുപോലെ ഈ ചൂട് സമയത്ത് ക്ലാസ് വെക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ആരോഗ്യത്തിന് പ്രതിരോധ ശക്തി നൽകേണ്ട രീതിയിലുള്ള കാര്യങ്ങളും നൽകുക. അവർക്ക് എന്തൊക്കെ മെഡിസിൻ ആണ്, ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരെന്തൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലൊരു ക്യാമ്പയിൻ പോലെ നടത്തിയിട്ട് അവരെ ബോധവൽക്കരണം ചെയ്ത് മാറ്റിയെടുക്കുക കുട്ടികളെയും. കാരണം ചൂട് സമയത്ത് അവർ ഏതൊക്കെ ആ ഒരു സമയത്ത് അവർ ധരിക്കേണ്ട വസ്ത്രവും കൂടെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം. കാരണം കോട്ടൺ തന്നെ ആ സമയത്ത് സ്കൂൾ യൂണിഫോം ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇങ്ങനെ അടിച്ച് പുതച്ച് വെക്കാത്ത രീതിയിലുള്ള യൂണിഫോമും ലൂസായിട്ടുള്ള യൂണിഫോമൊക്കെ അവർക്ക് ആ ഒരു ടൈം ആ ഒരു ചൂട് സമയത്ത് യൂസ് ചെയ്യാനുള്ള ആ ക്ലോത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് യൂണിഫോം തുണി അതുപോലെ ആക്കിയെടുത്ത് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് നൽകുക. ഇപ്പോൾ നമ്മുടെ ഉള്ള യൂണിഫോം ആണെങ്കിൽ തന്നെ കോട്ടണിൽ യൂസ് ചെയ്യുന്ന രീതി ആകുക എല്ലാ സ്കൂളുകളിലും. അതും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഈ കോട്ടൺ ഇല്ലാതിരിക്കുമ്പോഴല്ലേ ബാക്കി കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ മഴ സമയത്താണെങ്കിൽ ഈ ഡ്രസ്സ് ഉണങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതും സ്കിന്നു പരമായിട്ട് പല ഇഷ്യൂസുകളുണ്ടാകും. കാരണം നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമുക്കും ആ ഒരു ഇഷ്യൂസൊക്കെ നമുക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആ സമയത്ത്. ഇപ്പോഴാണ് പല മെത്തേഡുകളും, ഇന്ന് പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് പലതുണ്ട് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ, പല പാഡുകൾ ഇന്ന് നിലവിലുണ്ട്. പക്ഷെ അന്നൊക്കെ സമയത്ത് അതില്ല. എൻ്റെയൊക്കെ ചെറുതിലെ ഈ പാഡുകളൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. കാരണം അതിനെക്കുറിച്ച് ബോധവൽക്കരണമൊന്നും എൻ്റെ ഒന്നും ചെറിയ പ്രായത്തിലില്ല. അന്നേരം ആ ഒരു സമയത്ത് ഞാൻ ഒക്കെ ഒരു ഇതായ സമയത്ത് ഞാൻ യൂസ് ചെയ്ത സാധനം ആ ഒരു കാര്യം ഉണങ്ങാനും ഒക്കെ ബുദ്ധിമുട്ട് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. കള്ളം പറയല്ല, അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും മഴ സമയത്ത് സ്കൂളിൽ പോണ ടൈമിൽ. അപ്പം പിന്നെയാണ് നമ്മളതൊക്കെ മാറി പാഡിലേക്ക് മാറിയതും. അതും പെൺകുട്ടികളെ സംബന്ധിച്ച് ഇപ്പം എല്ലാവരും ഈ പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അത് ഇരിക്കും തോറും അതൊരു ബാത്റൂമിൽ ഇരുന്നാലോ അതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിരുന്നാലോ ചില കുട്ടികൾക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ പോലും പോകും. അന്നേരം അതിൻ്റെയൊക്കെ ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഇന്നും നമ്മൾക്ക് പല രീതിയിൽ നമുക്ക് ആൾക്കാർക്ക് വരുന്നുണ്ട്. പിന്നെ ഇന്നർ കഴുകിയിടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അത് ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയിട്ട് ഉണക്കിയാലും അത് ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര പാടുപെടും. പിന്നെ സാധാരണ വീട്ടിലെ കുട്ടികളുടെ കാര്യം പറയണ്ട, അവർക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ കാണും. കഴുകിയിട്ടാൽ 1-2 ദിവസം കിട്ടിയാൽ ഈ മഴ സമയത്ത് വെയിൽ കിട്ടിയാൽ ഉണങ്ങാതിരിക്കുന്ന കാര്യം നമുക്കറിയാം. അതൊക്കെ സംബന്ധിച്ച് ഈ ചൂട് വേനൽ അവധി ജൂൺ മാസങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് സ്കൂൾ ഓപ്പൺ ആക്കിയിട്ട് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്കൂൾ അടച്ചിടുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു പുള്ളിക്ക് കറക്റ്റായ ഒരു ആൻസർ നൽകുക. പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലാണ് പുള്ളി ഇട്ടിരിക്കുന്നത്. അതിന് കറക്റ്റായ ഒരു ആൻസർ നൽകുക, അതിൽ സപ്പോർട്ട് ചെയ്യുക. കാരണം പറയുന്ന കാര്യങ്ങൾ ചിലത് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് തന്നെയാണ്. അതിൽ കല്ല് കഴിച്ചിട്ടോ അല്ലെങ്കിൽ അത് ബലം പിടിച്ചിട്ടോ ഒന്നൊരു കാര്യമില്ല. ഇപ്പോൾ സ്കൂളിൻ്റെ ടൈം തന്നെ മാറ്റി നമ്മളെല്ലാവരും കണ്ടില്ല. ശരിയായ കാര്യങ്ങളാണ് അതെല്ലാം ചെയ്തത്. അല്ലാതെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ സ്കൂളിലായാലും നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പല കുട്ടികൾ പറഞ്ഞത് കൂടി നിന്ന് പല രീതിയിൽ സംസാരിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിള്ളേർക്ക് കിട്ടുന്ന ഫ്രീ ടൈമാണ്. പിന്നെ രക്ഷകർത്താക്കൾ മക്കളെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അവർ സ്കൂളിൽ പോകുന്ന ടൈമും തിരിച്ചു വരുന്ന ടൈമും അവർ കൂട്ടുകൂടുന്ന സഹപാഠികളെയും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കൂട്ടത്തിൽ ഒരാൾ വിചാരിച്ചാൽ മതി,
അതിലുള്ള 9 പേര് 10 പേരിൽ ഒരാൾ വിചാരിച്ചാൽ മതി ബാക്കി 9 പേരും ചീത്തയാവാൻ. അതെപ്പോഴും ചിന്തിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട. അത്രേ ഉള്ളൂ എനിക്കിത് പറയാൻ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ എനിക്കിത് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.